ഹലോ, നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കിയാലോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ആട്ടോ, മധുരക്കിഴങ്ങില്ലേ അതാണ്. സൈഡിൽ ഞാൻ പിക്ചർ കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോറിന് കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണ് കേട്ടോ. അതായത് സ്വീറ്റ് പൊട്ടറ്റോ ഉലർത്തിയതെന്ന് പറയും ഇവിടെ. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു ചെറിയ സവാള നന്നായിട്ട് കൊത്തിയരിഞ്ഞത്, ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് വഴറ്റണം. സവാള നന്നായി വഴന്ന് വരുമ്പോഴത്തേക്കും ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി, ചതച്ച മുളകാണ് കേട്ടോ ഇടുന്നത്. ചതച്ച മുളക് തന്നെ ഇടണം കേട്ടോ, ഇതിന് അതാണ് ടേസ്റ്റ് വരുന്നത്. നമ്മുടെ സാധാരണ മുളക് പൊടി ഇടണ്ട. അതുപോലെ സവാള വഴറ്റിയപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മധുരക്കിഴങ്ങ് എങ്ങനെ വേവിച്ചെടുത്തതെന്ന് അറിയൂ. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയാണ് കേട്ടോ മധുരക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട്. ഇനി ഇതിലേക്ക് ഈ മസാലകളൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഗ്ലാസ് താഴെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആ മസാലകളൊന്ന് 1 മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടല്ലോ, മധുരക്കിഴങ്ങ്, അതിട്ട് കൊടുക്കുക. അതിട്ടതിന് ശേഷം അത് ആ മസാലയിൽ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി, കാരണം അത് നന്നായിട്ട് ഒന്ന് യോജിച്ച് കിട്ടണം. എന്നിട്ട് അതൊരു 2 മിനിറ്റ് നമ്മൾ സിമ്മിൽ മൂടി വയ്ക്കാം, കാരണം അതൊന്ന് മസാല പിടിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് തൈരും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറിനാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ടേസ്റ്റ് ആയിട്ട്. അതുപോലെ നമ്മൾ എരിവിടുമ്പോൾ കുറച്ച് മുന്നിൽ നിൽക്കണം കേട്ടോ എരിവ്. അതിൻ്റെ ആ മധുരവും എരിവും ഉപ്പൊക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്